നമസ്കാരം. നിലവിൽ ജമ്മു കാശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരവാദ ആക്രമണത്തിന് പിന്നിൽ ചൈനയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. പാകിസ്ഥാൻ ഭീകരവാദം പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന പ്രതിരോധ വൃത്തങ്ങൾ ഇതിനോടകം തന്നെ സൂചന നൽകിയിരുന്നു. എന്നാൽ ഇതിന് പിന്നിൽ ചൈനയുടെ കൂട്ടുകെട്ട് കൂടിയുണ്ട്, അല്ലെങ്കിൽ ചൈനയുടെ സഹായം കൂടിയുണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലഡാക്ക് സെക്ടറിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തെ നീക്കം ചെയ്യാനും കശ്മീരി മേഖലയിൽ സൈന്യത്തെ പുനർവിന്യസിക്കാനും ഇന്ത്യൻ സൈന്യത്തിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാന്റെയും ചൈനയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഗെയിം പ്ലാനിന്റെ ഭാഗമായാണ് നിലവിൽ നമ്മുടെ ജമ്മു കാശ്മീരിൽ നടന്നിരിക്കുന്ന തീവ്രവാദ ആക്രമണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ തന്നെയാണ് പാകിസ്ഥാന്റെയും ചൈനയുടെയും ഒരുക്കം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ചും ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് തൊട്ടു പിന്നാലെ ജമ്മു കാശ്മീരിൽ ഒരു സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. തീർച്ചയായും ഇത് പാകിസ്ഥാനെയും ചൈനയും കുറച്ചൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് അവർ ഇപ്പോൾ ഈ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2020 ചൈനയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ രാഷ്ട്രീയ റൈഫിൾസിന്റെ യൂണിഫോം ഫോഴ്സിനെ പൂഞ്ച് സെക്ടറിൽ നിന്നും ലഡാക്ക് സെക്ടറിലേക്ക് ഇന്ത്യൻ സേന മാറ്റിയിരുന്നു. ലഡാക്ക് ഓപ്പറേഷനുകൾക്കായി യൂണിഫോം ഫോഴ്സ് പോയതിനു ശേഷം കഴിഞ്ഞ വർഷങ്ങളിൽ പാകിസ്ഥാൻ അവരുടെ ഭീകരരെ തന്നെ ഈ മേഖലയിലേക്ക് അയക്കാനും വലിയ തോതിൽ ഇത്തരത്തിൽ ഭീകരരെ അയക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പ്രദേശത്ത് ഇന്ത്യയുടെ സൈന്യത്തെ വീണ്ടും വിന്യസിക്കാൻ ഇന്ത്യയെ നിർബന്ധിക്കാനുള്ള ഒരു ശ്രമം കൂടി ഇതിന്റെ ഭാഗത്തുണ്ട്. എന്തായാലും തീവ്രവാദ പ്രവർത്തനങ്ങളെ നേരിടുന്നതിന് വേണ്ടി ഇന്ത്യൻ സൈന്യം അടുത്തിടെ ഒരു ബ്രിഗേഡ് കൂടി ഈ പ്രദേശത്ത് വിന്യസിക്കുകയും അവർ വളരെ വിജയകരമായി അവരുടെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ജമ്മു കാശ്മീരിലെ ഈ രജൌരി പൂഞ്ച് സെക്ടറിൽ 25 മുതൽ 30 വരെ പാകിസ്ഥാനി ഭീകരർ ഇപ്പോഴും വനമേഖലയിൽ ഒളിച്ചിരിക്കുന്നതായുള്ള സംശയം ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഈ ഭീകരവാദ പ്രവർത്തനത്തിന് പിന്നിൽ നമ്മൾ നേരിട്ട് സംശയിക്കുന്ന പാകിസ്ഥാൻ മാത്രമല്ല, മറിച്ച് പാകിസ്ഥാനെ കൊണ്ട് ഇത് ചെയ്യിച്ചിരിക്കുന്നത് ചൈനയാണ് എന്ന് തന്നെയാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അവരുടെ ആ മേഖലയിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തെ എങ്ങനെയെങ്കിലും പിറകോട്ട് നീക്കുക, അല്ലെങ്കിൽ അവിടെ നിന്നും സൈന്യത്തെ നീക്കം ചെയ്യുക എന്നുള്ള ചൈനയുടെ തന്ത്രം തന്നെയാണ് ഇവിടെയും പ്രയോഗിക്കാൻ ശ്രമിച്ചിരിക്കുന്നതെന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നതും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.